നമുക്കേ പണ്ടിങ്ങനെ അങ്ങ് വിട്ടാലോ 2 ദിവസം? പിന്നെ നിന്റെ കൂടെ കുറെ നാളാ ഞാൻ അത് കേൾക്കാൻ തുടങ്ങിയിട്ട്. വല്ല നടക്കണമല്ലോ പറ. എടി ഇതൊക്കെ നടക്കൂടി, നീനൊന്ന് വിശ്വസിക്കേ. നിന്നല്ലേ? ആ എടാ നിനക്കെന്നെ കെട്ടാൻ വല്ല ഉദ്ദേശമുണ്ടോ? അതിന് ഞാൻ മാത്രം വിചാരിച്ച പോരല്ലോ. നിന്റെ അപ്പം വെള്ളോടി ഒന്നുകൂടെ സ്ട്രോങ് ആക്കണ്ടേ? എങ്ങനെ? അയാൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്പീഡിൽ മദ്യപിച്ചല്ലേ കാര്യം നടക്കും. ഒന്ന് പോടാ. അപ്പന്റെ വെള്ളടി എങ്ങനെ നിർത്താനാ ഞാൻ നോക്കണം. അയ്യോ അങ്ങനൊന്നും ചെയ്തേക്കല്ലേ. കാര്യം പുള്ളിക്ക് എന്നെ കണ്ടെടുത്താൽ കണ്ടുവിടെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് വേണം പുള്ളിയുടെ മിലിറ്ററി കോട്ടയെന്ന് എല്ലാ മാസവും 2 ലിറ്റർ വെച്ച് എനിക്ക് താങ്ങാൻ. അതെ, ഉടായ്പ വിളിക്കുന്നു. അവനൊന്ന് ഗോവയ്ക്ക് പോകാനിരിക്കുക. നിന്നെ കൊണ്ടാക്കിട്ട് വേണം അങ്ങോട്ട് പോകാൻ. എന്താ ചേട്ടാ? റിയ, നീ കട്ട് ചെയ്യണോ അതോ ഞാൻ കട്ട് ചെയ്യണോ? ഞാൻ ചെയ്തല്ലോ. എന്താന്നറിയില്ല, അവൻ നിന്നെ ഭയങ്കര പേടിയാണ്. അവൻ ഉടായ്പാണെന്നേ അവൻ എന്നെ നല്ലോണം അറിയാതാ. അതായിരിക്കും. അരവിന്ദ് വിളിച്ചായിരുന്നു. നിന്റെ വിസ പ്രോസസിങ് തുടങ്ങിയെന്നാ പറഞ്ഞു. എന്താ മോളിനൊരു അനാവശ്യമായിട്ടൊരു കനം? അവരെന്നെയും വിളിച്ചായിരുന്നു. എടാ കാശിന്റെ കാര്യമാണോ? അത് നമുക്ക് റെഡിയാക്കാം. ഒന്നും നടന്നില്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ അക്കൗണ്ടിൽ നിന്ന് കാശ് അടിച്ച് മാറ്റാം. എൻ്റെ അപ്പൻ്റെ അക്കൗണ്ടിലെ കാശ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാശ് തന്നെയല്ലേ? ഓക്കെ ആണ് കേട്ടോ. നീ ഇറങ്ങുന്നില്ലേ? നിന്റെ അപ്പം പട്ടാളൊന്നിനും പുറത്തിറങ്ങി വരൂ. അതിന് പുള്ളിയെ പഴയ തോക്കിനെ തൊണ്ടറച്ച് വെച്ചിട്ടുണ്ടാവും അവനെ നെഞ്ചത്തിട്ട് പൊട്ടിക്കാൻ. നീ വാടാ. ഡാ, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തു പറയാൻ? ഒന്നും പറയാനില്ല. ഞാൻ തരാനുള്ള പൈസയുടെ കാര്യമാണോ? എടി അത് ഞാൻ നിനക്ക് ദുബായി പോയി കഴിയുമ്പോൾ ദിർഹംസായിട്ട് അയച്ചു തരാം പോരെ? ശരി, എടി പോയി നിന്റെ പ്രാഞ്ചിക്ക് സെൻഡ് ഓഫ് കൊടുക്കും. അശ്ശേ അങ്ങനെ പറയാൻ. പോടാ. അങ്ങളെ ജയ്ജവാൻ താങ്ക് യു. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാൻ ചോദിച്ചു മേടിച്ചാണല്ലോ. റിയ ഗുഡ് നൈറ്റ്. ഫാമിലി മൊത്തത്തിൽ തറയാണല്ലോ. സാധനം കിട്ടിയോ? 2 ബീറും 1 ചാത്തനും. ബീറ് നിനക്ക്, ചാത്തൻ എനിക്ക്. എല്ലാം കൂടെ അടിച്ച് രാത്രി ഇവിടെ ഓഫായി കിടന്നാൽ തിരിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുവിടത്തില്ല. അങ്ങനെ ഞാൻ ഇവിടെ എങ്ങാനും കിടന്നാളാം. ഡാ സാധനം എടുക്കട്ടെ. നിന്റെ മുതലാളി എന്തി? ദേ കാവടിയൊളി വന്നുണ്ട്. ശരിക്കും ഗോവ മീറ്റിങ്ങിന് തന്നെയാണോ പോകുന്നത്? ചൂള ലുക്കായിട്ടുണ്ടോന്നൊരു സംശയമുണ്ട്. എടാ അതിന് ഞാൻ ഈ വേഷത്തിലല്ലല്ലോ മീറ്റിങ്ങിന് പോകുന്നത്. ഓഹോ, അതിനുള്ള സാധനങ്ങളാണ് ഈ പെട്ടിയിൽ അടുക്കി വെച്ചേക്കുന്നത്. മനസ്സിലായോ? എടാ മുതലാളി, സത്യം പറത്താൻ അർമാദിക്കാനല്ലേ ഗോവയിൽ പോണേ? അതേടാ, അർമാദിക്കാൻ പോവാ. നിന്നെ പോലെ ഉത്തരവാദിത്തമുള്ള കുറെ തൊഴിലാളികൾ കാരണം ഗതികേടിലായി ഈ സ്ഥാപനം. ഒന്ന് പച്ചപിടിപ്പിക്കാമെന്ന് വെച്ചപ്പം എങ്ങനെ? അയ്യോ എന്റെ പൊന്നുമോനെ ഉദ്ദേശിച്ചല്ല. അയ്യപ്പനിങ്ങനെ വന്നേ, എന്നാ പിടി. മോളെ അയ്യപ്പ, ഞാൻ പോയിട്ട് വരുമ്പോഴും ഈ സ്ഥാപനം ഇതുപോലെ ഇവിടെ ഉണ്ടായിരിക്കണം. ദോ ആ കിടക്കുന്ന വണ്ടികളുടെ പാർട്സ് അടിച്ചു മാറ്റി വിറ്റ് നീ പൈന്റ് അടിക്കരുത്. ശ്രമിക്കാം. ഡേയ് ഒന്ന് നോക്കിയേക്കണേ. ആലോചിക്കാം. മുതലാളി വണ്ടി എടുക്കും. എടി ഈ വണ്ടി ഒന്ന് ഒതുക്കിയിട്ടേക്കണേ. ഓക്കെ, നീ കുളിച്ചിട്ട് വാ, നമുക്ക് അടിക്കണ്ടേ? ബ്രാഞ്ച് കുറച്ചു ദൂരം പോയിട്ട് മതി, അല്ലെങ്കിലേ മണം പിടിച്ച് തിരിച്ചു വരും തേണ്ടി.